ഹായ്, വെൽക്കം ടു ഇൻഫോമിക്സ്. ഞാൻ മഞ്ജു. ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്കായിട്ട് ആണ് നമ്മൾ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ റിയൽ ബേബി കെയർ പ്രൊജക്റ്റ്? അത് US സ്കൂളുകളിൽ, ചില സ്കൂളുകളിലൊക്കെ നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. ഹൈസ്കൂളിലുള്ള കുട്ടികൾക്കാണ് ഈ പ്രൊജക്റ്റ് കൊടുക്കുക. ഇതിനകത്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഇൻഫൻറ്റ്, ഒരു ചെറിയ ബേബിയുടെ അതിന് ഇൻഫൻറ്റ് സിമുലേറ്റർ ആണ് കൊടുത്തു വിടുക ഈ പിള്ളേർക്ക്. അതായത് ശരിക്കും ഒരു ബേബി എങ്ങനെ ഒക്കെ റെസ്പോണ്ട് ചെയ്യും, അതേ വിധത്തിൽ ഈ ബേബി റെസ്പോണ്ട് ചെയ്യും. അതായത് അത് കരയും, അത് ഫീഡ് ചെയ്യേണ്ട സമയത്ത്, ഫീഡിങ് വേണ്ട സമയത്ത് അതിന് ഡിഫറെൻറ്റ് കരച്ചിൽ, അല്ലെങ്കിൽ നാപ്പി ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് കരയും. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും സാധാരണ ഒരു ബേബിക്ക് വേണ്ട എല്ലാ നീഡ്സും ഉള്ള ഒരു ബേബി. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ചൈൽഡ് കെയറിൽ എന്തൊക്കെ ഇൻവോൾവ് ആണ്, എന്തോരം ടൈം ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എന്തൊക്കെ ശ്രദ്ധയോടെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, അങ്ങനെ അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു അതിലൊരു ഹിഡൻ അജണ്ട ചിലപ്പോൾ ഒരുപക്ഷെ ടീനേജ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിരിക്കും കേട്ടോ. അത് പറയുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു എയിമായിട്ട് പറയുന്നത് ചൈൽഡ് കെയറിനെ കുറിച്ചിട്ട് ഇവരെ കൂടുതൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്, ബോധമുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എന്താണേലും ഈ ബേബീനെ ഇപ്പം ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസ്റ്റ് ബാൻഡ് കൊടുത്തുവിടും. ഇപ്പം ഏത് കുട്ടിയാണ് ആ ബേബി കെയർ പ്രോജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫൻറ്റ് സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ലൈക്ക് നമ്മളപ്പോൾ ഈ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്ന ID ബാൻഡ് അവർ സ്വൈപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പം ഈ ബേബി റെക്കഗ്നൈസ് ചെയ്യും ഈ ചൈൽഡാണ് ആ ബേബിയുടെ പാരന്റ്. വേറെ ആരുടെയും ID അത് അതിൻ്റെ പാരൻ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യത്തില്ല. എന്നിട്ട് നമ്മൾ ഈ കൊച്ച് സാധാരണ കൊച്ചു കുട്ടികൾ കരയണ പോലെ കരയുമ്പോൾ ഫീഡ് ചെയ്യേണ്ട സമയത്താണ് ഫീഡ് ചെയ്യണം. അതിന് ഒരു മിൽക്ക് ബോട്ടിലും മിൽക്ക് ഉള്ള അത് ജസ്റ്റ് ഇങ്ങനെ ഉള്ള മിൽക്കല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ അതുപോലത്തെ ഒരു മിൽക്ക് ബോട്ടിലും പിന്നെ നാപ്പിയും ചേഞ്ച് ചെയ്യാനുള്ള നാപ്പീസൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടാവും ഈ പ്രൊജക്റ്റിൻ്റെ കൂടെ. അപ്പം അവരെന്താണ് ബേബിയുടെ നീഡ്സ് ഒക്കെ വേരി ചെയ്യുമല്ലോ, അപ്പോൾ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോന്ന് അനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഇതെല്ലാം മാർക്കുള്ള പ്രൊജക്റ്റാണ് കേട്ടോ. അപ്പോൾ സാധാരണ അവർ കൊടുത്തുവിടുന്നത് ഒരു ഫ്രൈഡേ ഈവനിങ്ങിൽ കൊടുത്തുവിടും. ഫ്രൈഡേ ഈവനിങ്ങിൽ ഇപ്പോൾ പറയും ഓക്കെ 8 o'clock മുതലാണ് നിന്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സൺഡേ ഒരു 5 PM ആവുമ്പോൾ നിന്റെ പ്രൊജക്റ്റ് ഫിനിഷ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബേബി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ എൻഡ് ചെയ്യുന്ന ടൈം വരെ ഇതെല്ലാം റെക്കോർഡഡ് ആണ്. കാരണം ഈ ബേബിക്ക് ഈ കുട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് റെക്കോർഡഡ് ആണ്. ഇപ്പം ബേബി കരഞ്ഞു കഴിയുമ്പം എത്ര സമയം കൊണ്ടാണ് ഈ ബേബിനെ എടുക്കുന്നത്, അതിന് ഫീഡ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർലി ഫീഡ് ചെയ്യുന്നുണ്ടോ, ബേപ്പ് ചെയ്യണം, ഫീഡ് ചെയ്യണം, നാപ്പി ചേഞ്ച് ചെയ്യണം. ചിലപ്പോൾ ഇതൊന്നും ചെയ്തു കഴിഞ്ഞാലും കൊച്ചു കരച്ചിൽ നിർത്തത്തില്ല. ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കരയും. പിന്നെ ചിലപ്പോൾ റോക്ക് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം ഇതിനകത്ത് വെച്ചേക്കുന്ന ബേബിയുടെ ഒച്ച പോലും റിയൽ ആയിട്ടുള്ള ബേബിയുടെ സൗണ്ട് ആണ് കേട്ടോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബേബിയുടെ ഹെഡ് പ്രോപ്പറായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിനും വേറെ പ്രത്യേക കരച്ചിലാണ്. അപ്പോൾ ഹെഡ് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ റഫായിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പാടില്ല കേട്ടോ. അതും എല്ലാം ഇതിനകത്ത് റെക്കോർഡഡ് ആണ്. അപ്പോൾ ഇവർക്ക് മാർക്കുള്ളത് കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്യണം. ഇനി ദേഷ്യം വന്നിട്ട് ബേബിനെ എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. more than $1,000 ഒക്കെയാണ് അതിൻ്റെ കോമ്പൻസേഷനായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരിക. അപ്പം അതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിടുന്നത്. പിന്നെ പാരൻസ് അല്ല ഈ ബേബിനെ കെയർ ചെയ്യേണ്ടത്, ഈ കൊച്ചു തന്നെ വേണം കെയർ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇവരെവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ ബേബിനെ കൊണ്ട് പോകേണ്ടി വരും. കാർ സീറ്റും ഒക്കെ ഉണ്ട്, എല്ലാ സംഭവപ്പാടെയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്, ബേബിയുടേത്.
അത് ശരിക്കും ഒരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ ഇതിന്റെ എക്സ്പീരിയൻസ് വന്ന ഒരു പറഞ്ഞതെന്നു വെച്ചാൽ ഒരു ആൺകുട്ടിയുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. അപ്പൊ അവര് പറഞ്ഞ ലാസ്റ്റ് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് പിള്ളേരെ വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് പുള്ളി എത്തിയത്. കാരണം നല്ല ഈ ബേബി പാരൻസ് തന്നെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി നമ്മുടെ നോർമൽ ഒരു ബേബിയുടെ പോലെ അല്ല, പക്ഷെ അത് എന്നാ പറയണ ഭയങ്കര സിക്കായിട്ടുള്ള ഒരു ബേബിയുടെ പോലെയായിരുന്നു അത് കരഞ്ഞെന്നാണ് പറഞ്ഞത്. അത്രയും അങ്ങനെ കരച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത തവണ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു കമന്റും ലൈക്കും ഷെയറും. ഓക്കെ, താങ്ക് യു.